ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അഫീസ് കിച്ചൺ. അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ വന്നിട്ടുള്ളത് ഒരു കുബൂസിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാണ്ട് വളരെ കുറച്ച് സാധനങ്ങൾ വെച്ച് മാത്രം നമ്മൾ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ റെസിപ്പിയിലേക്ക് പോകാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ 2 കപ്പ് ഇളം ചൂടുവെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് എടുത്തിട്ടുള്ളത്. അതും 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ഇതിലോട്ട് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് സ്പൂൺ വെച്ച് മിക്സ് ചെയ്തിട്ട് ഒരു സൈഡിലോട്ട് മാറ്റി വെക്കാം. അടുത്തതായിട്ട് ഞാൻ ഇതിലേക്ക് 1 കിലോ മൈദ എടുത്തിട്ടുണ്ട്. അതൊന്ന് നന്നായിട്ട് അരിച്ച ശേഷം ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിൽ നിന്ന് ഒരു 4 ടേബിൾ സ്പൂൺ മൈദ ഞാൻ ഇതുപോലെ മാറ്റി വെക്കുന്നുണ്ട്. ഇത് നമുക്ക് ലാസ്റ്റ് പരത്താൻ നേരത്തൊക്കെ ഈ ഒരു മൈദ എടുത്താൽ മതിയാകും. ഇനി അടുത്തതായിട്ട് ഞാനിപ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ നമുക്ക് ചെയ്ത് തുടങ്ങാം. ഇപ്പം നമുക്ക് ഒരു 10 മിനിറ്റോളം ആയിട്ടുണ്ട്. അപ്പം നമ്മൾ ആ ഈസ്റ്റൊക്കെ നന്നായിട്ട് തന്നെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് പൊടിയിലോട്ട് കുറേശ്ശെയായിട്ട് ഈ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കാം. ഞാനിപ്പോൾ ഇതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ കുഴച്ചെടുത്ത സമയത്ത് 2 കപ്പ് വെള്ളത്തിൻ്റെ കൂടെ തന്നെ ഒരു 6 ടേബിൾ സ്പൂണോളം വെള്ളം കൂടെ ഞാൻ ഇതിലോട്ട് ചേർത്തിട്ടാണ് ഇതുപോലെ കുഴച്ചെടുത്തിട്ടുള്ളത്. ചില സമയത്ത് മാവിൻ്റെ വ്യത്യാസത്തിൽ ഇതുപോലെ വെള്ളത്തിൻ്റെ അളവൊക്കെ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അത് നിങ്ങൾ ചെയ്യുന്ന സമയത്ത് നോക്കിയിട്ട് വെള്ളം കുറേശ്ശെയായിട്ട് ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഇതുപോലെ കുഴച്ചെടുക്കാം. ഇനിയിപ്പോൾ അടുത്തതായിട്ട് നമ്മൾ ഇത് കൗണ്ടർ ടോപ്പിലിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഇതുപോലെ കൗണ്ടർ ടോപ്പൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്ത ശേഷം അതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള മൈദയിൽ നിന്നും കുറച്ച് മൈദപ്പൊടി ഇതുപോലെ ഇട്ട് കൊടുക്കാം. ഇത് ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതാണ്. പക്ഷെ നമുക്കിത് അവോയ്ഡ് ചെയ്യാൻ പറ്റൂല. ഇതുപോലെ തന്നെ നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കണം. ഇതിപ്പോൾ ഞാനൊരു 5-8 മിനിറ്റ് നന്നായിട്ട് തന്നെ ഇതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് നമുക്ക് നന്നായിട്ട് തന്നെ ഓയിൽ അടിയിലും മാവിൻ്റെ മുകളിലുമായിട്ട് ഡ്രൈ ആവാത്ത രീതിയിൽ നന്നായിട്ട് ഓയിൽ തടവി കൊടുക്കാം. അതിനുശേഷം ക്ലീൻ റാപ്പോ അല്ലെങ്കിൽ നനഞ്ഞ തുണിയോ ടവലോ എന്തെങ്കിലും വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് അടച്ചു കൊടുക്കാം. അപ്പോൾ അതൊന്ന് ഡ്രൈ ആവാണ്ടിരിക്കണം, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്കൊരു ഏകദേശം ഒരു 2 മണിക്കൂറോളം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇപ്പോൾ ഏകദേശം 2 മണിക്കൂർ ആയപ്പോൾ തന്നെ നമ്മളുടെ മാവ് ഇവിടെ നല്ല സൈസായിട്ട് വന്നിട്ടുണ്ട്. അതായത് ഡബിൾ സൈസിൽ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ മാവ് നമുക്ക് ഈ പാത്രത്തിൽ തന്നെ വെച്ചിട്ട് നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കണം. ഇത് തൊടുമ്പോൾ തന്നെ മനസ്സിലാവും വളരെ സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇനിയിപ്പോൾ അടുത്തതായിട്ട് നമുക്ക് കൗണ്ടർ ടോപ്പിലേക്ക് കുറച്ച് മൈദപ്പൊടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള മാവ് നന്നായിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കാം. അതിനുശേഷം ഇത് 2ആയിട്ടൊന്ന് മുറിച്ചെടുക്കുന്നുണ്ട്. അതിൽ നിന്നും ഒരു ഭാഗം ഞാൻ ഇതുപോലെ നന്നായിട്ട് വീണ്ടും കുഴച്ചെടുത്തിട്ട് ബോളുകൾ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഈ സമയത്ത് കുഴക്കുമ്പോൾ അത് ഇത്തിരി നീട്ടി കുഴച്ചെടുക്കണം. കാരണം നമുക്കിത് ചെറിയ ചെറിയ ബോളുകൾ ഉണ്ടാക്കാൻ പറ്റിയ പാകത്തിൽ മുറിച്ചെടുക്കാനായിട്ട് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു രീതിയിൽ കുഴച്ചെടുക്കണം. അപ്പോൾ ഇതുപോലെ ഒന്ന് പരത്തിയിട്ട് ഒന്ന് നീട്ടി എടുക്കുക. അതിനുശേഷം ഇതുപോലെ നമ്മൾക്ക് എത്ര സൈസിൽ വേണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സൈസിൽ നമുക്ക് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം ഓരോ ബോളും ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കണം. ഇതുപോലെ നമുക്ക് കൈയുടെ ഉള്ളിൽ വെച്ചിട്ട് ഇതുപോലെ ഉരുട്ടിയെടുക്കാം. അടുത്തതായിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന ആ ഒരു ഭാഗവും ഇതുപോലെ തന്നെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ സെയിം മെത്തേഡ് തന്നെ വെച്ചിട്ട് ഇതുപോലെ കുഴച്ചെടുക്കുക, കട്ട് ചെയ്തെടുക്കുക, ബോളുകളാക്കി എടുക്കുക. അപ്പോൾ നമ്മൾ ആ ഒരു രീതിയിൽ ഈ ഒരു ഭാഗവും ചെയ്തെടുക്കാം. ഈ ബോളുകളാക്കി എടുക്കാനായിട്ട് കൈയുടെ ഉള്ളിൽ വെച്ച് ചെയ്യുമ്പോൾ ചില സമയം ചിലർക്ക് ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മളുടെ കൈയുടെ ഈ തള്ളവിരലിൻ്റെ ആ ഗ്യാപ്പിലൂടെ ഇങ്ങനെ തള്ളി കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് പെട്ടെന്ന് തന്നെ ബോളാക്കി കിട്ടും. ഈ ഒരു രീതിയിലായാലും നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഇതുപോലെ എല്ലാ ബോളുകളും ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്തതായിട്ട് ഇതിൻ്റെ മുകളിലോട്ടായിട്ട് ഓയിൽ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് മൈദ ഇതുപോലെ ഇട്ട് കൊടുത്ത ശേഷം നമുക്കിത് ഓരോന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം. ഇതിപ്പോൾ 2 ചപ്പാത്തിയുടെ കട്ടിയിൽ വേണം പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. ഞാനിപ്പോൾ ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കുന്നുണ്ട്.
അപ്പോൾ നിങ്ങൾക്ക് ചപ്പാത്തിയുടെ ഇതിൽ വെച്ചിട്ടോ എന്തെങ്കിലും ചപ്പാത്തിയുടെ കോല് വെച്ചിട്ടോ എങ്ങനെയാണെങ്കിലും പരത്തിയെടുക്കാം. ഈ ഒരു രീതിയിൽ ഈ ഒരു കട്ടിയിൽ വേണം പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. ഞാനിപ്പോൾ തന്നെ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതുപോലെ പരത്തിയിട്ട് ഇതുപോലെ ഞാൻ ചുട്ടെടുക്കുന്നുണ്ട്. ചുട്ടെടുക്കുന്ന സമയത്ത് നമ്മൾ ഇതുപോലെ ഒരു സൈഡ് ഇട്ട് കൊടുക്കുക. എന്നിട്ടൊന്ന് പയ്യെ കുറച്ച് സമയം ആകുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. എന്നിട്ട് ചെറിയൊരു ബബിൾസ് ഒക്കെ വന്ന് തുടങ്ങുമ്പോൾ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് അമർത്താണ്ട് പയ്യെ സൈഡിൽ നിന്ന് മാത്രം ഒന്ന് തൊട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. പ്രസ് ചെയ്യരുത്, ഒന്ന് വെച്ച് കൊടുക്കാം. നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് അമർന്നു പോകും. അപ്പോൾ ഇതുപോലെ നമുക്ക് നന്നായിട്ട് തന്നെ പൊങ്ങി കിട്ടൂല. അപ്പോൾ നമ്മൾ ഇനി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ബബിൾസ് വന്ന് തുടങ്ങുമ്പോൾ ആ ബബിൾസിലൊന്ന് പയ്യെ തൊട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് ആയിട്ട് ഇതുപോലെ അങ്ങോട്ട് പൊങ്ങി കിട്ടും. കണ്ടില്ലേ, ഇതുപോലെ ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലെ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. ഇതിപ്പോൾ രണ്ട് സൈഡും നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. ആ ചെറിയൊരു ബ്രൗൺ കളറും എല്ലാം വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതിപ്പോൾ ഒന്ന് എടുത്ത് മാറ്റാം. ഇതുപോലെ നമുക്ക് ഓരോന്നും ചുട്ടെടുക്കാം. കുറച്ച് ഒന്ന് ശ്രദ്ധിച്ച് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ കംപ്ലീറ്റ് ആയിട്ട് ഇതുപോലെ അങ്ങോട്ട് പൊങ്ങി കിട്ടും. നമ്മൾ അമർത്തി കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ വരില്ല കേട്ടോ. അപ്പോൾ വെറുതെ ഇങ്ങനെ അമർന്നു പോകും. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നന്നായിട്ട് തന്നെ ചുട്ടെടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ അടിപൊളി ഖുബൂസ് ഇവിടെ റെഡി ആയി കിട്ടും. അങ്ങനെ ഇപ്പം ഞാൻ നമ്മളുടെ എല്ലാ ഖുബൂസും ഇതുപോലെ ചുട്ടെടുത്തിട്ടുണ്ട്. മുഴുവനായിട്ടും ചുട്ട് കഴിഞ്ഞിട്ടില്ല കേട്ടോ. അപ്പോൾ എന്തായാലും ഇതേപോലെ ഇരിക്കും. കണ്ടില്ലേ, ഈ ഒരു കട്ടിയിലൊക്കെ വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റുമാണ്, നല്ല ടേസ്റ്റി ആയിട്ടുള്ളതാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. കണ്ടില്ലേ, ഇതിൻ്റെ ഒരു തിക്നെസ് കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ വേണം കേട്ടോ. നമ്മളുടെ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ഖുബൂസിൻ്റെ ആ ഒരു വലിപ്പവും ആ ഒരു സോഫ്റ്റ്നെസ്സും ഒക്കെ ഉണ്ട് ഇതിന്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് എനിക്ക് വയ്യാണ്ടിരുന്നതുകൊണ്ട് തന്നെ എൻ്റെ സൗണ്ടൊക്കെ വല്ലാണ്ട് മാറിയിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.